ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നവരാ. ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നവരാ. അത് തിരുത്താത്ത ഭർത്താവ് ഏതാ? ഭാര്യ ഐഡിയ സ്റ്റാർ സിംഗർ കാണുക, എന്നിട്ട് പറയാ ഹമീദ് നല്ലൊരു പാടിയിട്ടുണ്ട്, എന്നാ വോട്ട് ചെയ്തേക്കാം. അപ്പം ഭർത്താവ് ഫോൺ കൊണ്ട് കൊടുത്തിട്ട് പറയും എന്നാ എന്റെ ഫോണിൽ കൂടെ വോട്ട് ചെയ്തോ എന്ന് പറയണ ഭർത്താവാണെങ്കിൽ നരകത്തിലേക്കുള്ള ഒന്നാമത്തെ ഭർത്താവ്. ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താത്ത ഭർത്താവ്. രണ്ട്, ഭാര്യയുടെ കിടപ്പ് രഹസ്യം പങ്കിടുന്ന ഭർത്താക്കന്മാരാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എങ്ങനെ ഉസ്താദേ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളുടെ കിടപ്പ് രഹസ്യം പങ്കിടുക? തമാശക്കെങ്കിലും പറഞ്ഞാൽ മതി. എങ്ങനെ? ഇപ്പൊ ഇവിടെയൊക്കെ ഉസ്താദേ കല്യാണപ്രായം എത്രയാ? 23? അല്ല ചെറുപ്പക്കാരന് 26 അപ്പുറം പോകാൻ പാടില്ല, പിന്നെ പ്രശ്നമാണെന്ന് അറിയണേ. 23, 24 കെട്ടിക്കൂടെ? ഉസ്താദ് ഇജാസത്ത് തന്നു. ഇപ്പൊ മിക്ക ആളുകളെ പെണ്ണിനെ കിട്ടണില്ല. ഞാൻ എനിക്ക് എന്നെ പെണ്ണ് കിട്ടിയിട്ടില്ല. ഞാൻ പറയണത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ കിടപ്പ് രഹസ്യം പങ്കിടുന്നവരാരാ? അവർ എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാർ പുറത്തേക്ക് വരൂലേ? ഇല്ല, പുറത്തു വരും. പുറത്ത് വന്നിട്ട് അങ്ങാടിയിലേക്ക് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വരൂലേ? വരും. അപ്പൊ ചില കമുക്കുകളാകുന്ന കൂട്ടുകാർ ചോദിക്കും, അളിയോ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സമയത്ത് ഈ ചങ്ങാതി ഓനെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി പറയും, പൊന്നടവേ പറയണ്ടായിരുന്നു, നേരത്തെ കെട്ടേണ്ടതായിരുന്നു. എന്താ പറയണേ? പൊന്നടവ് ഒന്നും പറയണ്ടായിരുന്നു, നേരത്തെ കെട്ടേണ്ടതായിരുന്നു, ഉപകാരം ഉണ്ടായിരുന്നു. ഓൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ കൂട്ടുകാരോട് ഇങ്ങനെ ഭാര്യ ഇകഴ്ത്തി കെട്ട് സംസാരിക്കണ ചില ഭർത്താക്കന്മാരുണ്ട് ഒരു നരകത്തിലാണ്. മൂന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ച് നടക്കണ പെൺകോന്തന്മാര്, അടിമയായി ജീവിക്കണ ചില ഭർത്താക്കന്മാര് ഒരു നരകത്തിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കൈവക്കാൻ പറഞ്ഞപ്പോ ഒരുപാട് പേര് ഇങ്ങനെ മടിക്കുക, ഉസ്താദേ ഓളാണോ ഭർത്താവ്, ഞാനാണോ ഭർത്താവ്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓള് വരക്കും, ഞാൻ അവിടെ നിൽക്കും, അല്ലേ? ഓള് വരക്കും, ഞാൻ അവിടെ നിൽക്കുമെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇതിനൊക്കെ ചില സമയത്ത് ചില ചെറുപ്പക്കാർ വരാറുണ്ട്. അപ്പോ അതിൽ കെട്ടിയവരുണ്ട്. അപ്പൊ ഈ രാത്രി 10 മണി 10 ആകുമ്പോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുമ്പോ ഓളോനെ വിളിച്ചിട്ട് ചോദിക്കും, എവിടേക്കാ? ഞാൻ ഇന്ന സ്ഥലത്താ, ആഷിഖുസ്താനിലൂടെ. അയാൾക്ക് ഇതന്നെ പണി, നിങ്ങളുടെ കറങ്ങര തന്നെ പണി. ഞാൻ പറഞ്ഞു, അബു എന്ന് പറഞ്ഞ എന്റെ വണ്ടി അടിക്കുന്ന ചങ്ങാതി ഉണ്ട്, ഓന്റെ ഭാര്യയുടെ പേര് ജസ്ന എന്നാ. ഓൾ എപ്പോഴും വിളിച്ചിട്ട് എന്നെ ശപിക്കരാ, ഉസ്താദേ വല്ലാത്ത പണിയാ ഉസ്താദേ, ഓൻ എന്തെങ്കിലും നാട്ടി വിട്ടോടെ ഉസ്താദേ. എന്താ പറയണേ? എന്തെങ്കിലും നാട്ടിൽ. ഞാൻ പറയണത് ഭർത്താക്കന്മാരെ അടിമയാക്കാൻ പാടില്ല. ഓർക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. പക്ഷെ അമിതമായിട്ട് ചില ചെറുപ്പക്കാരുണ്ട്, 12 മണിയായാലും പോകൂല വീട്ടില്. അവിടുത്തെ കടയടക്കണം, ഇവിടുത്തെ കടയടക്കണം, പള്ളിയുടെ വാതിലടക്കണം, പല ബാത്റൂം ക്ലീനാക്കണം, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചങ്ങാതി വീട്ടിൽ പോകാറുള്ളൂ. പാടില്ല. നമ്മൾ പ്രിയപ്പെട്ട ഭാര്യമാരെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ചാരത്ത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നിമിഷമെങ്കിലും നമ്മൾ ചെലവാക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഓള് വേറെ ആളുകൾ വിളിച്ചോണ്ടി പോകേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ സ്നേഹം ഓർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ, ഭർത്താക്കന്മാര് ഭാര്യമാരെ നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിൽ, ഭർത്താക്കന്മാര് ഭാര്യ പോലെ നല്ലപോലെ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ, ഭാര്യമാർക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ ഭർത്താവ് അവരുടെ ചാരത്തുണ്ടാകുക എന്ന് പറയണത്, അല്ലേ? ഭാര്യമാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭർത്താവ് അവരുടെ ചാരത്തുണ്ടാകുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാര്യമാര് ഗർഭിണിയാണ്. ആ ലേബർ റൂമിൽ നമ്മുടെ ഭാര്യമാര് കിടക്കുമ്പോൾ അവ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കണത് ആരെയാ? പള്ളിയിൽ ഉസ്താദിനെ അല്ല. അവർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കണത് അവരുടെ സ്വന്തം ഭർത്താവിനെയാ. കാരണം എന്തേ? അവർക്കത് വല്ലാത്ത ആനന്ദമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ ഭാര്യയോട് നമ്മൾ സ്നേഹത്തിന് പെരുമാറണം. ഭാര്യ തിരിച്ച് ഭർത്താവിനോട് അതുപോലെ തന്നെ പെരുമാറണം. അപ്പൊ ഞാൻ പറയണത്, മൂന്നാമത്തെ ആള് എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയുടെ അടിമയായി ജീവിക്കണം ഭർത്താവാരാ? അവര് നരകത്തിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിനാത്ത പറയാ, മച്ചാ നിങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ ഞാനാ നോക്കണേ, അവരുടെ മലമൂത്ര വിസർജനം ചെയ്തിട്ട് കഴുകി കൊടുക്കണ ഞാനാ. ആമിനയുടെ കൈ കറുത്തുക്ക, നിങ്ങളുടെ കിടക്കണ്ടല്ലിക്ക, അതുകൊണ്ട് ഓരെ കൊണ്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കണമെന്ന് പറയുമ്പോ സ്വന്തം വാപ്പാനും ഉമ്മാനെയും കൊണ്ട് വൃദ്ധസദനത്തിലാക്കണ ഭർത്താവോ മോനോ ആണ് നീയെങ്കിൽ നീ നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം. അതാ പറയണേ, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വേണം. മൂന്ന് നിസ്കരിക്കുമ്പോ അതബോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിസ്കരിക്കുമ്പോ ഈമാനോടെ നിസ്കരിക്കണം. പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, നബിയേ വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്ക് എന്തിനാ? നബി തങ്ങൾ പറഞ്ഞ, ചങ്ങാതി, പള്ളിയിൽ പോയിട്ട് ഇഖ്ലാസ് ഇല്ലാതെ അദബില്ലാതെ പടച്ചവനെ പേടിയില്ലാതെ പള്ളി കമ്മിറ്റിക്കാർക്ക് വേണ്ടി നിസ്കരിക്കണവനാരാ? അവരെന്റെ പ്രിയപ്പെട്ടവരെ വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചിട്ട് പോകണം. എന്താ പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണം, തൊപ്പി ധരിക്കണം. എന്റെ പ്രിയപ്പെട്ട, ഞാൻ ഈ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഞാൻ കൊയിലാണ്ടി ഭാഗത്ത് ഒരു വഅദിന് വന്നു. വേൾഡ് കപ്പിന്റെ അന്നത്തെ ദിവസം ഞാൻ കൊയിലാണ്ടി ഭാഗത്ത് വഅദിന് വന്നു. ഞാൻ അവിടെ ഒരു പള്ളിയിൽ, കോഴിക്കോട് ജില്ലയിൽ ഒരു പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ കയറി. ഈ തിരൂര് താനൂര് ഭാഗം കഴിഞ്ഞിട്ട് ഒരു പള്ളി നിസ്കരിക്കാൻ കയറി. ഞാൻ മസ്ബൂക്കായിട്ടാണ് ചെല്ലണേ, രണ്ടാമത്തെ റക്അത്തിലാണ് ചെല്ലണേ. ഞാൻ ചെല്ലുമ്പോൾ 3 പേര് ഇങ്ങനെ എന്റെ മുമ്പിൽ ഇങ്ങനെ നിസ്കരിക്കുക. ഷെയ്ഖുന എംബാപ്പെ, ഷെയ്ഖുന റൊണാൾഡോ, ഷെയ്ഖുന മെസ്സി, 3 പേര് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുക. ഞാൻ ഓർത്ത് പഠിച്ചവന്മാർക്ക് കളിയൊന്നുമില്ല, തോറ്റുണ്ട്, നേരത്തെ പോകുന്നതാണോ? ഞാൻ നോക്കുമ്പോ എന്താ, ആ നാട്ടിലെ 3 ചെറുപ്പക്കാര് 3 ജേഴ്സി, ഷെയ്ഖുന റൊണാൾഡോ, ഷെയ്ഖുന എംബാപ്പെ, ഷെയ്ഖുന മെസ്സി. ഇവൻ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ എന്ന് പറയണതിന് പകരം ഇവിടെ മെസ്സി വന്നാലോ ഹത്തീം ഇവിടെ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ തമാശ പറഞ്ഞല്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ള നാട്ടുകാരും വരും, പക്ഷേ വഅദ് കേൾക്കാൻ ആളില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, ആണുങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെയും നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം ഒന്ന് നോക്കണം. ഏത് ഭാഗം? ഈ ഭാഗം. സുബ്ഹാനല്ലാഹ്, വുദുവെടുത്ത് ഈ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം കരിമ്പനടിച്ചിട്ടുണ്ടാകും. എന്നാലും മാറ്റൂല. ചില താത്താമാരുടെ കരിമ്പനടിച്ചിട്ട് തുരുമ്പടിച്ച് തൊള വന്നിട്ടുണ്ടാകും. എന്നാലും മാറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഈ മന്ദിരം ഞാൻ വെറുതെ പറഞ്ഞല്ല. മച്ചാൻ വന്നിട്ട് ചോദിക്കും, അമിന റമളാന മാറ്റുമല്ലേ, പുതിയത് വാങ്ങില്ലേ? എന്തിനാ മച്ചാ? വല്ലപ്പോഴും നിസ്കരിക്കണം. നമുക്ക് എന്തിനാ നിസ്കാര കുപ്പായം? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല. നിസ്കരിക്കുമ്പോ അതബോടെ തഖ്വയോടെ ഇഖ്ലാസോടെ നമസ്കരിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ചത് ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട്, ഖുർആനിലെ ഒരു സൂറത്ത് കൊണ്ട്. ആ സൂറത്തിന്റെ അർത്ഥം നമുക്കറിയാം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് പറയുന്ന ഖുർആനിന്റെ വചനങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹ് പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അല്ലാഹ് പറയുകയാ, അല്ലാഹു കാല് തന്നില്ലേ, അല്ലാഹു കൈ തന്നില്ലേ, അല്ലാഹു മൂക്ക് തന്നില്ലേ, അല്ലാഹു അവയവം തന്നില്ലേ, എന്നിട്ടെന്തേ അല്ലാഹനെ മറന്നതെന്തേ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തതെന്തേ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നതാ ഖുർആൻ ചോദിക്കുമ്പോ ആ ഖുർആനിന്റെ ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സ്റ്റാറ്റസ് ആക്കിയിട്ട് പടച്ചവനെ സുബഹി നമസ്കരിക്കാതെ, ളുഹർ നമസ്കരിക്കാതെ, മഗ്രിബ് നമസ്കരിക്കാതെ, ഇശാ നമസ്കരിക്കാതെ, അസ്ർ നമസ്കരിക്കാതെ കളി കാണാൻ പോയവരെ മഅദല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല, ഇഖ്ലാസോടെ മരിക്കൂല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, ആരെങ്കിലും ഒരാൾ പടച്ചവനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാതെ മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹ് നിനക്ക് കൈ തന്നില്ലേ, അല്ലാഹ് നിനക്ക് കാല് തന്നില്ലേ, എന്നിട്ട് എന്തേ മോനെ നീ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അത് ഞാനും നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി എന്നിട്ട് രാത്രി ടർഫിൽ കളി കാണാൻ പോയി ഇശാ നിസ്കരിക്കാതെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അതാ പറയണേ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോൾ അതോടെ നിസ്കരിക്കണം. ഈ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഒരിക്കലും ക്ലോക്ക് വെക്കരുത് എന്ന് പറയും. എന്തേ നമ്മുടെ സക്കാഫി ഉസ്താദ് കൈകെട്ടും, ഫാത്തിഹ ഓതും, ചില ഹമുക്കളൊന്ന് പുറയിൽ കൈകെട്ടും. എന്നിട്ട് ഉസ്താദ് ഒരു 2 സെക്കൻഡ് കൂടി പോയാൽ അപ്പൊ ചങ്ങാതി കണ്ടില്ലേ ഓൻ എങ്ങനെയും പിടിച്ചു വിടണം, ഓനെ ഖുർആൻ അത് ശരിയല്ല, ഓൻ 2 സെക്കൻഡ് കൂടി എന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോൾ ഈമാനോടെ അതോടെ നിസ്കരിച്ചാൽ അവരതാ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുന്ന 3ാമത്തെ വിഭാഗമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 അപ്പൊ ഒന്നേതാ ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചാൽ അവൻ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. 2 ഏതാ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിച്ചാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. 3 അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടെ നിസ്കരിച്ചാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. 4 ഇവിടെ ഒരു സയ്യിദ് വന്നിട്ട് ഒരു 10ഓളം തേന് തങ്ങൾ ഇവിടെ ലേലം വിളിച്ചല്ല, തങ്ങൾ വിറ്റു. ആ സമയത്ത് പൈസ കൊടുത്തവരുണ്ടെങ്കിൽ കേട്ടോ ഇവിടെ ബക്കറ്റ് പിരിച്ചോ പിരിച്ചു, പൈസ നേരത്തെ ആക്കി. ഞാൻ പറയണത്, അവിടെ ബക്കറ്റ് വന്നപ്പോ ബക്കറ്റിലേക്ക് 1 രൂപയെങ്കിലും ഇട്ടവരുണ്ടെങ്കിൽ കേട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എടോ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം. 4ാമത്തെ വിഭാഗം. ഇപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ ഈ ജുമാക്ക് പിരിവുണ്ടാകുമല്ലോ ഉസ്താദേ, ഉണ്ടാവും. ഈ വെള്ളിയാഴ്ച ചില്ലറ മാറാൻ വേണ്ടി ചില ഹാജിയന്മാർ വരും. വെള്ളിയാഴ്ച പള്ളിയിൽ ചില്ലറ മാറാൻ വേണ്ടി ചില ആള് വരും. എന്താ ബക്കറ്റ് വരുമ്പോ 500 ഇട്ടിട്ട് ബാക്കി 495 കൃത്യമായി റസീറ്റ് എഴുതിയിട്ട് എടുത്തോണ്ട് ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പാടില്ലടോ, പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയണം. ഇന്നോ നാളെയോ ചിലപ്പോ ഈ സെക്കൻഡിലോ നമ്മൾ മരിക്കാം. 4ാമത്തെ വിഭാഗം ഏതാ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം. 4ാമത്തെ വിഭാഗം. അല്ലാഹു പഠിക്കട്ടെ, അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. 5 മിനിറ്റ് ഉണ്ടാകും. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 4ാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? സഹാബാ, സദഖ കൊടുക്കുന്നവരാ, ദാനധർമ്മം ചെയ്യുന്നവരാ. പടച്ചവനെ, ഇവിടെ യഥാ തങ്ങളെന്റെ പ്രിയമുള്ളവരെ തേൻ വിളിച്ചപ്പോ, തേനതാ മന്ദിരിച്ചപ്പോ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ കടന്നു വന്നവരെ, ബക്കറ്റതാ കടന്നു പോയപ്പോ ഞാറ്റുവേലിലെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരുണ്ടല്ലോ, പള്ളി കമ്മിറ്റിയുണ്ടല്ലോ, ഈ പരിപാടിക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവര് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ 1 രൂപയെങ്കിലും ഇട്ടുകൊടുത്തവര്, 5 രൂപയെങ്കിലും ഇട്ടുകൊടുത്തവര്, 1000 കൊടുത്തവര്, മനസ്സുകൊണ്ട് സദഖ കൊടുത്തവര്, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി പറയുകയാ, ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ, അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, അവസാനത്തെ വിഷയമാ കൊടുക്കാൻ കഴിയുന്നവരെ കൊടുത്തുകൊള്ളുക, കൊടുക്കാൻ കഴിയുന്നവരെ കൊടുത്തുകൊള്ളുക. എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. റസൂലുള്ളാഹിയുടെ മുമ്പിലേക്കുണ്ടല്ലോ ഒരു യാചകനതാ കടന്നു വരികയാ, കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, വിശക്കുന്ന നബിയേ, ദാഹിക്കുന്ന നബിയേ, ദാരിദ്ര്യമാണ് നബിയേ, സഹായിക്കുമോ റസൂലേ? ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ആയിഷ ബീവിയുടെ മുഖത്തേക്കുണ്ടല്ലോ നോക്കുകയാ. ആയിഷ ബീവി പറയുകയാ, പട്ടിണിയാണ് നബിയേ, ദാരിദ്ര്യമാണ് നബിയേ, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല നബിയേ, പട്ടിണിയാ.
ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, യാചകനോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ ചെന്ന് കൊണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമയുണ്ടല്ലോ, ഭക്ഷണമുണ്ടല്ലോ തരുന്നതാ. പടച്ചവനെ, യാചകനതാ കടന്നു ചെല്ലുകയാ, ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. കടന്നു ചെന്നുകൊണ്ട് പറയുകയാ, റസൂലുള്ളാഹ് പറഞ്ഞു വിട്ടതാ, സഹായിക്കുമോ, ഭക്ഷണം തരുമോ, വെള്ളം തരുമോ? ആ സമയത്തിന്റെ പ്രിയമുള്ളവര്, ഫാത്തിമ ബീവി ഉണ്ടല്ലോ, വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവനെ, അടുക്കളയുടെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് പാത്രങ്ങളതാ പരതുകയാ, ഭരണിയതാ പരതുകയാ. പടച്ചവനെ, കഴിക്കാൻ കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഈത്തപ്പഴമില്ല, റൊട്ടിയില്ല, മാംസമില്ല. ഫാത്തിമയതാ കരയുകയാ, ഫാത്തിമയതാ ഇറങ്ങുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പടച്ചവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, എടുക്കുകയാ. എടുത്തുകൊണ്ട് യാചകന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ യാചകനതാ പറയുകയാ, ഫാത്തിമ പുതപ്പ് വേണ്ട ഫാത്തിമ, വിശക്കുന്നു ഫാത്തിമോ, എനിക്ക് കഴിക്കാൻ ഭക്ഷണം തരുമോ, കുടിക്കാൻ വെള്ളം തരുമോ എന്ന് പറയുമ്പോ ഫാത്തിമ ബീവി അകത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ സുജൂദിൽ കിടക്കുകയാ. പടച്ചവരോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാഹ് റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണ് സുജൂദില് കിടക്കുന്നതല്ലോ, എന്നെയൊന്ന് സഹായിക്കണേ അല്ലോ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, റസൂലുള്ളാഹിയുണ്ടല്ലോ, എന്റെ പിതാവുണ്ടല്ലോ, ഈ ഫാത്തിമയുടെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട യാചകനെയുണ്ടല്ലോ പറഞ്ഞു വിട്ട്, അല്ലാഹ് വിശക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അല്ലാഹ് ഈ ഫാത്തിമയുടെ വീട്ടില് ദാരിദ്ര്യമാണ് ഉറപ്പ്. ഈ ഫാത്തിമയെ പരീക്ഷിക്കല്ലേ അല്ലോ, ഫാത്തിമയെ സഹായിക്കണേ അല്ലോ. ഈ ഫാത്തിമയുണ്ടല്ലോ സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാ. ഉടൻ തന്നെ ഒരു അശരീരി കടന്നു വരികയാ. വാനലോകത്ത് നിന്ന്, പടച്ചവന്റെ സവിധത്തിൽ നിന്ന് ഒരു അശരീരി കടന്നു വരികയാ. അശരീരി കടന്നു വന്നുകൊണ്ട് പറയുകയാ, കരയല്ലേ ഫാത്തിമ, സങ്കടപ്പെടല്ലേ ഫാത്തിമ, എണ്ണീക്കണേ ഫാത്തിമ. വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്ന അരമാരിയുടെ ചാരയുണ്ടല്ലോ, ഒരു സമ്മാനമുണ്ടല്ലോ ഉണ്ട് ഫാത്തിമ. ഫാത്തിമ ബീവി എണ്ണീക്കുകയാ. പടച്ചവനെ മുഖം നടക്കുകയാ. എന്നിട്ടതാ വസ്ത്രങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാ. വസ്ത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പരതി നോക്കുമ്പോ എന്തെന്നറിയോ, ഒരു പൊതിയിങ്ങനെ കയ്യിലേക്ക് ലഭിക്കുകയാ. ആ പൊതിയിങ്ങനെ തുറന്നു നോക്കുമ്പോ ഫാത്തിമ ബീവി കരയുകയാ. ഒരു മുത്തിന്റെ മാലയാ, ഒരു മുത്തിന്റെ മാലയാ. അതിലേക്ക് ചുംബനം കൊടുക്കുകയാ. അതിലേക്ക് കുതിരീരാതെ ഫാത്തിമ ബീവിയുണ്ടല്ലോ വല്ലാതെ മുത്തം കൊടുക്കുകയാ. എന്നിട്ടതാ പടച്ചവരോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ ഫാത്തിമ പാവമാ, ഈ ഫാത്തിമ സാധുവാ, ഈ ഫാത്തിമയെ പരീക്ഷിക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാലയുണ്ടല്ലോ യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. യാചകനതാ സന്തോഷിക്കുകയാ. ഇതാ ഹദറത്ത് റസൂലുള്ളാഹിയുടെ ചാരത്തെ കൊണ്ടല്ലോ യാചകനതാ കടന്നു ചെല്ലുകയാ. യാചകനതാ പറയുകയാ, നബിയേ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുമ്പോ നബി തങ്ങൾ സലാം അടക്കുകയാ. നബി തങ്ങൾ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമോ, കഴിക്കാൻ ഭക്ഷണം തന്നോ, കുടിക്കാൻ വെള്ളം തന്നോ? ആ സമയത്തുണ്ടല്ലോ യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, ഇല്ല നബിയേ, അങ്ങയുടെ പൊന്നുമോളുണ്ടല്ലോ, എനിക്കൊരു മാലയുണ്ടല്ലോ, മുത്തിന്റെ മാലയുണ്ടല്ലോ തന്നു നബിയേ. ആ മാല തന്നപ്പോ
ഫാത്തിമയുണ്ടല്ലോ കരഞ്ഞു നബിയേ. റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ കരഞ്ഞോ, ആ മാലയൊന്ന് കാണിക്കുമോ? റസൂലുള്ളയുടെ കൈകളിലേക്ക് മാലയുണ്ടല്ലോ യാചകനതാ കൊടുക്കുമ്പോ റസൂലുള്ളയാ മാലയിലേക്ക് കൊതി തീരാതെ ചുംബനം കൊടുക്കുകയാ. റസൂലുള്ളയുണ്ടല്ലോ മാല ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാ. റസൂലുള്ള കരയുന്നു റബ്ബേ, റസൂലുള്ള കരയുന്നു റബ്ബേ. റസൂലുള്ള ചുംബിക്കുകയാ. റസൂലുള്ള ചുംബിച്ചിട്ട് വല്ലാതെ നിലവിളിക്കുമ്പോ സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ അങ്ങ് കരയുന്നതെന്തിനാ, അങ്ങ് സങ്കടപ്പെടുന്നതെന്തിനാ, അങ്ങ് ഈ മാലയിലേക്ക് ചുംബനം കൊടുത്തിട്ട് കരയുന്നതെന്തിനാ നബിയേ? റസൂലുള്ള പറയുകയാ, ഈ മാല ആരുടേതെന്നറിയോ? ഈ മുത്തം കൊടുത്ത മാല ആരുടേതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ മാലയാ. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ പഠിച്ചുകൊള്ളുക, ഭാര്യമാര് മരണപ്പെട്ട ഭർത്താക്കന്മാരെ പഠിച്ചുകൊള്ളുക. ഉസ്താദേ, ഭാര്യ മരിച്ചിട്ട് 5 കൊല്ലമായി, 6 കൊല്ലമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി. ഉസ്താദേ, ഇന്നുവരെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറന്നിട്ടില്ല ഉസ്താദ്. അവളുടെ ചാരത്ത് ഞാൻ പോയിട്ട്, അവരുടെ ഖബറിന്റെ ചാര പോയിട്ട് ഞാനുണ്ടല്ലോ സലാമുണ്ടല്ലോ പറയും ഉസ്താദ് എന്ന് പറയുന്നവരെ പഠിച്ചുകൊള്ളുക. റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ മാലയുണ്ടല്ലോ എന്റെ ഖദീജയുടെ മാലയാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ. എന്റെ ഖദീജയുണ്ടല്ലോ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോയപ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയോട് പറയുകയാ, ഈ ഉമ്മിച്ചാക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഒരുപാട് സമ്പത്ത് തന്നു ഫാത്തിമ, ഒരുപാട് ആഭരണങ്ങള്, ഒരുപാട് സ്വത്തുക്കള് തന്നു ഫാത്തിമ. അതെല്ലാം ദീനിനു വേണ്ടി കൊടുത്തു ഫാത്തിമ. ഉമ്മയുടെ കയ്യിൽ അവസാനമായി തരാനുള്ളത് ഈ മാല മാത്രമാണ് ഫാത്തിമ. ഇത് നിന്റെ കഴുത്തിലേക്ക് സമ്മാനമായിട്ട് ഈ ഖദീജ ഉമ്മയുണ്ടല്ലോ തരികയാണ് ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ അവസാനമായി കൊടുത്ത സമ്മാനമാണ്. ഒരു യാചകം വന്ന് കൈ നീട്ടിയപ്പോ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ ഊരിക്കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ റസൂലുള്ളാഹിയതാ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും കരയുകയാ, ഹസനും ഹുസൈനും കരയുകയാ. റസൂലുള്ളാഹി ഫാത്തിമയെ വിളിക്കുകയാ, ചൂടാകുകയാ. എന്റെ പ്രിയപ്പെട്ട ഹസനും ഹുസൈനും മുലപ്പാല് കൊടുത്തില്ലേ, അവര് കരയുന്നത് കണ്ടില്ലേ, അവര് വിശക്കുന്നത് കണ്ടില്ലേ? ആ സമയത്തുണ്ടല്ലോ ഫാത്തിമ പറയുകയാ, നബിയേ വാപ്പാ, അങ്ങയുടെ പൊന്നുമോള് വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ. എന്റെ മാറിലേക്ക് എന്റെ പ്രിയപ്പെട്ട മക്കള് വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയാ. അലിയാർ തങ്ങൾ പട്ടിണി കിടന്നിട്ട് പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ. ഒരു യാചകം വന്നെന്റെ പ്രിയപ്പെട്ടവര് ചോദിച്ചപ്പോൾ ഊരിക്കൊടുത്തെന്ന് ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഊരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ നാലാമത്തെ വിഭാഗമാരാ റസൂലുള്ളാഹി പറയുകയാ, ആരെങ്കിലും ഒരാള് മരിക്കുമ്പോ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വതക്ക കൊടുത്താൽ അവനതാ മരിക്കുമ്പോ ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന വിഭാഗമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത സമയത്ത് സദഖ കൊടുത്താൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എല്ലാ പള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്, സദഖ എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകളെ തടയും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, മഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയണത്, സദഖ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കണം, സദഖ കൊടുക്കണം. ഇവിടെ നേരത്തെ ഒരു
സയ്യിദ് വന്നിട്ട് എനിക്ക് എന്നെ സങ്കടം വന്നു, വേറെ ഒന്നല്ല, ഞങ്ങൾ പൈസ കൊടുക്കാത്തരില്ല, ആ തങ്ങള് എത്രയോ നേരം ഇരുന്നിട്ട് മന്ദിരിക്കുക. തങ്ങള് ഇപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ ഞങ്ങള് വീട്ടിൽ ഇരുന്നിട്ട് ഓൺലൈനായിട്ട് മന്ദിരിക്കാനുണ്ട് ഉസ്താദെ. എന്താ പറയണേ? ഞങ്ങള് വീട്ടിലിരുന്നിട്ട് ടിവിയുടെ മുമ്പിൽ ഞങ്ങള് തേൻ വെച്ചിട്ട് മന്ദിരിക്കാനുണ്ട്. മോളെ അതൊന്നും മന്ദിരിക്കലാകൂല. സയ്യിദന്മാര് ഉസ്താദന്മാര് അതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഇജാസത്ത് പ്രകാരം ചെയ്യണതാ. അവർ ഈ സ്വർഗത്തിന്റെ വേദിയിൽ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് ഒരു തേൻ അല്ലെ ഉസ്താദെ ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ട് ആ പാവം അല്ലെ മന്ദിരിച്ചത്. അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാ, അതിന് പൈസ കൊടുത്തവര്, ഈ പള്ളിക്ക് പൈസ കൊടുത്തവര്, മദ്രസയ്ക്ക് പൈസ കൊടുത്തവര്, സമസ്തക്ക് പൈസ കൊടുത്തവര്, എന്റെ പ്രിയപ്പെട്ടവരെ പള്ളി കമ്മിറ്റിക്ക് പൈസ കൊടുത്തവര്, അൽഹംദുലില്ലാഹ് 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 നിങ്ങളാണ് സദഖ കൊടുത്തവരാണ്. നാലാമതായി മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന വിഭാഗമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ മരിക്കാൻ നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഏറ്റവും വലിയ വിജയ്, ദുനിയാവിലെ ഏറ്റവും വലിയ വിജയ് മരിക്കുമ്പോ ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരാ. അതിന് 4 കാര്യങ്ങൾ ചെയ്യണം. 1 ഖുർആനിന്റെ പൊരുത്തം വാങ്ങണം. 2 വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങണം. അപ്പൊ ഉസ്താദെ സ്വത്തിന്റെ പേരിൽ വാപ്പാന്റെ പള്ളക്ക് നോക്കി കുറ്റിട്ടേക്ക് ഉസ്താദെ ഞങ്ങൾക്ക് വാപ്പ പുറത്തു തരുമോ എന്നറിയില്ല. മോനെ എന്ത് തെറ്റ് ചെയ്താലും വാപ്പയുടെ കൈ പിടിച്ചിട്ട് പറയണം വാപ്പിച്ച പുറത്തു തരണം, ഉമ്മിച്ച പുറത്തു തരണം എന്ന് പറയാൻ കഴിയണം. 3 എന്റെ പ്രിയപ്പെട്ടവർ നിസ്കരിക്കുമ്പോ അതോടെ നിസ്കരിക്കണം. 4 എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്താൽ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ മരിക്കുന്ന 4 വിഭാഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ബാക്കി ഒരു കാര്യം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞേ, ബാക്കി ഒരു കാര്യം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പൊ ഞാന് ഒരു 2 മാസം 3 മാസം വല്ല പള്ളിയിൽ വന്നിരുന്നു. അൽഹംദുലില്ലാഹ് ആ പള്ളിയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. ആ പള്ളി എത്രയോ സുന്ദരമായിട്ട് കിടക്കണേ. അതിന്റെ കമ്മിറ്റിക്കാർ അൽഹംദുലില്ലാഹ് അതിന് എല്ലാവിധ അഭിനന്ദനം അർഹിക്കണവരെ. കാരണം എന്താ, എല്ലാ പള്ളിയിലും പോകാറുണ്ട്, പക്ഷെ പള്ളിയുടെ മുകൾ ഭാഗം എപ്പോഴും കാക്ക തൂറിയതും അത് ദൂരെയൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പള്ളിയുടെ മുകൾ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. എന്തേ, വല്ലാത്ത വൃത്തി, കിടന്നുരുളാൻ തോന്നും. കാരണം എന്താ, അത്രയ്ക്ക് വൃത്തിയുണ്ട്. ആ ഒരു പ്രായമുള്ള ഒരു വാപ്പ, ഈ സഹോദരൻ അൽഹംദുലില്ലാഹ് ശമ്പളം കൊടുക്കണതിൽ അത് അദ്ദേഹം ചെയ്യാനുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ജോലിയിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. വല്ലാത്ത സന്തോഷം തോന്നി. സാധാരണ എല്ലാ പള്ളിയിലും പഠിക്കുന്നത് കാലെന്ന് വെച്ച് തുടച്ചാൽ കാലിൽ പൊടി ഉണ്ടാകും. ആ പള്ളിയുടെ മുകളിൽ പൊടിയില്ല. അപ്പൊ അത്രത്തോളം മനോഹരമായിട്ടാണ് നമ്മുടെ പള്ളിയുടെ മുകളും പള്ളിയും ഒക്കെ അൽഹംദുലില്ലാഹ് പള്ളിയുടെ പരിപാലകർ കൊണ്ട് നടക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സദഖ കൊടുത്തവർക്കൊക്കെ അർഹമാകുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിരിവുണ്ടോ ഉസ്താദേ? ഇല്ല, പിരിവ് താമസിച്ചില്ല. ഇത്ര നേരമായില്ല. താത്തമാരൊക്കെ പിരിവ് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. അപ്പൊ ഈ 4 കാര്യങ്ങൾ മറക്കോ. അസ്രായേൽ വന്ന് തൊണ്ടക്കുഴിയിൽ റൂഹ് പിടിക്കണ സമയത്ത് പോലും പറയണം ആശിഖ് ഉസ്താദ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ പറയുവോ? ഒന്നേതാ? ഒരു തേന്. ഇൻഷാ അല്ലാഹ് മൻസൂറുണ്ട്. സമയണ്ടാ മൻസൂർ എന്നിങ്ങനെ തൂങ്ങിക്ക ഉസ്താദേ. ഇൻഷാ അല്ലാഹ് നാളെ വിളിച്ചാ പോരെ. കാരണം ഇത്രയും ഞാനല്ല കേട്ടോ ഞാൻ വൈകിട്ടില്ലല്ലോ. ഇല്ല ഇൻഷാ അല്ലാഹ്. ഞാന് മൻസൂർ എന്നോട് പറഞ്ഞ എത്ര മണിക്ക് എത്തണം ഉസ്താദ്? 8:30 വരണമെന്ന് പറഞ്ഞു. ഞാൻ 8 മണിന്ന് അടിച്ചപ്പോൾ ഇവിടെ ഒരു 6 പേര് കേട്ടാ വന്നെ. ഇൻഷാ അല്ലാഹ് ഭക്ഷണം തന്ന സഹോദരൻ. ഞാൻ പേടിച്ചു പോയി. കാരണം എന്റെ വണ്ടിയിൽ ഞങ്ങൾ ആദ്യം ഒരു ചെറിയ വണ്ടി എടുത്ത്, അപ്പൊ വണ്ടിക്കകത്ത് ആള് കൊള്ളണില്ല. പിന്നെ ഒരു വലിയ വണ്ടി എടുത്തു. അപ്പൊ അതിൽ 6-7 പേര് കൊണ്ടു. ഞാൻ വന്നപ്പോൾ തന്നെ ഭക്ഷണം തരുന്ന വീട്ടുകാരോട് ചോദിച്ചു, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കണോ? കാരണം 6-7 പേരുണ്ട് കൂടെ, കുഴപ്പമുണ്ടോ? ഇല്ല ഉസ്താദേ, എന്റെ ഉമ്മിച്ച ഭക്ഷണം തരാൻ അൽഹംദുലില്ലാഹ് വല്ലാതെ താല്പര്യമുള്ളവരാ. ആ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആ വീട്ടുകാർക്ക് മുഴുവനും അല്ലാഹു സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്തുക. ഞാൻ പറഞ്ഞു ഒരു സൂറത്ത് പറഞ്ഞു തരാന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയെ കിനാവിൽ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. അപ്പുറത്തെ താത്താനല്ല, അഭിനാത്താനല്ല, റസൂലുള്ളാഹിയെ കിനാവിൽ കാണാൻ ആഗ്രഹമുള്ളവര് താത്തിക്കോ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ജാബിർ തങ്ങളുമൊക്കെ ഒരു സൂറത്ത് പറയുന്നുണ്ട്. ഒരു ചെറിയ സൂറത്ത്. ഈ സൂറത്ത് ഓതുവോ? സൂറത്തുൽ കൗസർ. നിക്കറല്ല, സൂറത്തുൽ കൗസർ. ഏതാണ് സൂറത്തുൽ കൗസർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന
ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ കിടക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഓതിയിട്ട് കിടന്നാൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹ് മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം കടന്നു വരും. അല്ലാഹു ആദരവാകുന്ന പ്രവാചകനെ കിനാവിൽ കാണാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കൈവേദന, കാലുവേദന, മുട്ടുവേദന, ശരീരത്തിന്റെ ജോയിന്റുകൾക്ക് വേദന, ഈ വേദനകളൊക്കെ മാറാൻ വേണ്ടി ചരിത്രത്തിൽ ഒരു സൂറത്ത് പറയുന്നുണ്ട്. ഏതാ? സൂറത്തുൽ ളുഹ. സൂറത്തുൽ ളുഹ, അൽ-ളുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്ന ആ സൂറത്ത് ആരെങ്കിലും ഒരാൾ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ കയ്യിലും കാലൊക്കെ തടവിയിട്ട് കിടന്നാൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന എല്ലാം അല്ലാഹു മാറ്റി നൽകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാര് പറയുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്തിൽ ബർക്കത്ത് വേണോ? സമ്പത്തിൽ ബർക്കത്ത്. പൈസ വേണോ? പൈസ വേണോ? നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഉസ്താദന്മാർക്ക് ശമ്പളം കിട്ടും. പൈസ വേണോ? തഴവ ഉസ്താദിന് അല്ലാഹു മർക്കത് ഒരു ദിക്ർ പറയുന്നുണ്ട്. ഈ ദിക്റും കൂടെ ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് തഴവ ഉസ്താദിന് അല്ലാഹു മർക്കത. ഇവിടെ തഴവ ഉസ്താദ് വയതിന് വന്നിട്ടുണ്ടോ? തഴവ ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്. വലിയ മഹാനായ പണ്ഡിതനാണ്. അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. തഴവ ഉസ്താദ് ഒരു ദിക്ർ പറയുന്നുണ്ട്. ഏതാ? ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ, ചോറ് കളയരുതേ വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴുക്കയാക്കിയതാ. ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി. ഈ ഒരു ബൈത്ത് അൽ മവാഹിബുൽ ജലി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇല്ല. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി. ഈ കത്ത് വൈറലായി. എന്താ നാട്ടുകാർക്ക് മൊത്തം എത്തി. കാരണം എന്തേ? അതിൽ ഉപകാരപ്പെടുന്ന 2 കാര്യങ്ങൾ തഴവ ഉസ്താദ് പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ സ്വന്തം ഭാര്യയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണവരെ അല്ലേ? അതെങ്ങാനും നമ്മുടെ മഹലിന്റെ ഗ്രൂപ്പിൽ അറിയാതെ സെൻഡായി പോയി നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല്ല. ഞാൻ എറണാകുളത്ത് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറി സ്വന്തം ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. സെക്രട്ടറി തെറ്റിപ്പോയി. അയച്ചത് മഹലിന്റെ ഗ്രൂപ്പിലാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്താ പറഞ്ഞേ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് പള്ളിയുടെ സെക്രട്ടറി അയച്ചു. ആ മെസ്സേജ് നേരെ വന്നത് മഹലിന്റെ ഗ്രൂപ്പിലാണ്. ഡിലീറ്റ് ഫോർ മീ അടിച്ചു, എവരിവൺ അടിച്ചില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി വൈറലായി. എന്തേ? ജീവിതം എപ്പോഴും സ്റ്റൈലാ, എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ ജീവിതം എപ്പോഴും സ്റ്റൈലാ. ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ. അതിനൊരു ശക്കുമില്ലപ്പ, ഒരു സംശയമില്ല. നിങ്ങൾ ഒരു ദിവസം എന്റെ പ്രിയ അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുത്. ഒരു ദിവസം 313 ചൊല്ലിയാൽ പിറ്റേ ദിവസം 313 ചെല്ലണം. ഒരു സംശയം വേണ്ട. നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. അലസതയാലൊഴിക്കരുതേ. ജോലിയുടെ തിരക്ക് മൂലം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ആവശ്യത മൂലം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ഒഴിവാക്കാൻ പാടില്ല. ഒരു ദിവസം 313 ചെല്ലിയാൽ പിറ്റേ ദിവസം 313 ചെല്ലണം. ഇനി ചില വാപ്പമാരുണ്ട്, വീട്ടിൽ ചെല്ലും 313ന്റെ വലിയ തസ്ബീഹ് മാല എടുക്കും, കൗണ്ടർ എടുക്കും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. സുബഹി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് മാറി കിടന്നുറങ്ങും. ഭാര്യ വന്നിട്ട് ചോദിക്കും, ഇക്ക പണിക്ക് പോണില്ലേ? അച്ഛ പണിക്ക് പോണില്ലേ? പണിക്ക് പോണില്ലേ? ആ സമയത്ത് അച്ഛ 2 തൊഴിയൊക്കെ കൊടുത്തിട്ട് പറയും, ഇന്നലെ ഒച്ചയിട്ട ചങ്ങാതി, ഇന്നലെ 10 മണിക്ക് 10:30 വന്ന് ഞങ്ങളുടെ ഉറക്കം കണ്ട ചങ്ങാതി, ആ ചങ്ങാതി ഇന്നലെ പറഞ്ഞല്ലോ 313 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലിയാൽ സമ്പത്ത് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാനത് ചൊല്ലിയിട്ടുണ്ട്, ഇനി പണിക്കൊന്നും പോണില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ലാ ഹൗല ചൊല്ലുകയും വേണം, പണിക്കും വേണം. ലാ ഹൗല ചൊല്ലുകയും വേണം, പണിക്ക് പോകണം. എന്നിട്ട് തന്നെ ഉസ്താദ് പറയാ, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴുക്കയാക്കിയതാ. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ.
ചോറ് കളയാൻ പാടില്ല. എന്താ ചോറ് കളയാൻ പാടില്ല. വിളമ്പി നിനത്തു പൊഴിയരുതേ. വിളമ്പുമ്പോ ഒരു മണി പോലും പുറത്തേക്ക് തെറിക്കാൻ പാടില്ല. ഒരു മണി അരിക്കുപ്പെനിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ഒരു മണി അരിക്ക് പോലും, ഒരു ചെറിയ അത് റേഷനാണെങ്കിലും, അത് ഇനി ഏത് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറിന്റെ അരിയാണെങ്കിലും ഏതാണെങ്കിലും ഭക്ഷണം എന്താണെങ്കിലും ഓരോ അരിക്ക് പോലും അള്ളാഹു കൊടുത്തിരിക്കണം. മഹത്വം വലുതാ. ശിഫയത് മുഴുക്കയാക്കിയതാ. അസുഖങ്ങൾ നിങ്ങൾക്ക് തരൂല, നിങ്ങൾക്ക് ശിഫ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നൗവർ അല്ലാഹു മർക്കദ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെല്ലൂലേ, സൂറത്തുൽ കൗസർ ഓതൂലേ, സൂറത്തുൽ ളുഹ ഓതൂലേ, ഇന്നാ അത്തൈനാക്കൽ കൗസർ ഓതൂലേ, ലാ ഹൗല ചെല്ലൂലേ, ചോറ് കളയാതെ ഭക്ഷണം കഴിക്കൂലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.